ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ ഒന്നിച്ചുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ഒന്നിച്ച് തന്നെ വെയിറ്റ് കുറയ്ക്കാം. 60 ദിവസം മാക്സിമം എന്താ നമ്മുടെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വേറെ ഒന്നുമില്ല, വലിയ കട്ടിയായിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി വറുത്തതും പൊരിച്ചതും ബിരിയാണി അങ്ങനത്തെ ഐറ്റംസൊക്കെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് വീട്ടിലുണ്ടാക്കുന്ന ഫുഡെല്ലാം ഇപ്പം വീട്ടിലൊരു വറുത്തമീൻ കഴിച്ചെന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇന്ന് നമ്മളൊരു വറുത്തമീൻ കഴിച്ചെങ്കിൽ നാളെ അത് കോമ്പൻസേറ്റ് ചെയ്യുക. നാളെ അപ്പോൾ അതനുസരിച്ചുള്ള ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. വലിയ പ്രശ്നമൊന്നുമില്ല. അതായത് നമ്മളെക്കൊണ്ട് പറ്റുമെന്ന് നമുക്ക് തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് കഴിച്ചതെന്നും വെയിറ്റും കാര്യങ്ങളൊക്കെ വൈകിട്ടത്തെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. ഇൻക്ലൂഡ് ചെയ്തിട്ട് അതെല്ലാം കൂടെ ആയിട്ട് വൈകിട്ട് ഇടാൻ എന്തൊക്കെയാണ് കഴിച്ചത്, എന്തെങ്കിലും കഴിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളിടാം. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കാൻ ശ്രമിക്കുക. ഇഷ്ടംപോലെ, അതായത് നമുക്ക് ഫുഡ് കഴിച്ചു കുറച്ച് കഴിയുമ്പോൾ പിന്നെ വിശക്കുന്ന ഒരു ടെൻഡൻസി തോന്നുന്നുണ്ടെങ്കിൽ അന്നേരം വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ ഇടയ്ക്ക് ഗ്രീൻ ടീ ആണെങ്കിൽ അത്, കട്ടൻ ചായ ആണെങ്കിൽ അത്, ബ്ലാക്ക് കോഫി ആണെങ്കിൽ അത്, മധുരം ഇടാതെ വിത്തൗട്ട് ഷുഗറിൽ കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇടയ്ക്ക് ഫ്രൂട്ട്സൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരി എല്ലാം കൂടെ വാരി വലിച്ച് കഴിക്കരുത്. എന്തെങ്കിലും ഒരു ഫ്രൂട്ട്, അതായത് ഇപ്പോൾ ഒരു ഓറഞ്ച് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഏത്തക്ക കഴിക്കാമല്ലോ കേട്ടോ. ഏത്തക്ക കഴിച്ചാൽ പണി കിട്ടും, വെയിറ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ അതുപോലെ റോബസ്റ്റ പഴം ബെസ്റ്റാണ്. ഇടയ്ക്കൊരു ക്രേവിങ്സ് ഒക്കെ തോന്നുന്ന സമയത്ത്, ഇടയ്ക്കൊരു വിശപ്പൊക്കെ തോന്നുന്ന സമയത്ത് ഒരു റോബസ്റ്റ കഴിക്കുമോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ഒരുമിച്ച് തന്നെ ഈ 60 ദിവസവും ഒന്നിച്ച് തന്നെ പോകാം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എന്തൊക്കെയാണ് കഴിച്ചതെന്നൊക്കെ ഉള്ളത് വൈകിട്ടത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വേറെന്താ, എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെന്താ, എൻ്റെ വെയിറ്റ് ഞാൻ നോക്കി, എൻ്റെ അമ്മ ഞെട്ടിപ്പോയി. 88.56 അത്ര ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് കുറയ്ക്കണം. 60 ദിവസം കൊണ്ട് എന്തായാലും കുറയ്ക്കണം, നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ വെയിറ്റ് ഒക്കെ മെഷർ ചെയ്തിട്ട് വെയിറ്റ് എടുത്തിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എത്ര, അപ്പോൾ ഓരോ ദിവസം നമുക്ക് എന്തായാലും, അതായത് ഒരു പോയിന്റ് എന്താ കുറയുന്നെങ്കിലും അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അത്രയും പോയിന്റ് ആണെങ്കിലും നമ്മൾ കുറയുന്നത് ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പോൾ അത് നമുക്കൊരു മോട്ടിവേഷനാണ്. ഒരു ചെറുതായിട്ടാണെങ്കിൽ ആദ്യം ഫസ്റ്റ് വാട്ടർ വെയിറ്റ് പെട്ടെന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. പക്ഷേ വാട്ടർ വെയിറ്റ് പെട്ടെന്ന് തന്നെ കുറയും. അത് കഴിയുമ്പോൾ വെയിറ്റ് സ്റ്റക്കാവും. പക്ഷേ അത് അന്നേരം ഒന്ന് വിട്ട് കളയില്ല. മാക്സിമം നമ്മൾ നോർമലി, അതായത് ഇനി ഇതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫുഡ് കഴിച്ച് പോകുന്നത് എന്ന് വിചാരിച്ചാൽ തീരാനുള്ള പ്രശ്നമുള്ളൂ. ഈ 60 ഡേയ്സിനിടയ്ക്ക് ഇപ്പോൾ ഓണം വരുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കും. പിന്നെ ഇവിടെ ആയതുകൊണ്ട് അത്രയും വലിയ വരുന്നില്ല. എന്നാലും ഇവിടെ ഓണപരിപാടികളും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാൾ കൂടുതൽ ഇപ്പം ഇങ്ങനെയുള്ള പുറത്തായിരിക്കും കൂടുതലും പരിപാടികളൊക്കെ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്തായാലും കഴിക്കുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ കഴിച്ചു പോയി. ഇപ്പോൾ ഓണത്തിൻ്റെ അന്ന് നമ്മൾ സദ്യ മാക്സിമം നന്നായിട്ട് കഴിച്ചു പോയി. സാരമില്ല, ഇന്ന് കഴിച്ചല്ലോ, ഇനിയിപ്പോൾ എൻ്റെ ഡയറ്റ് മുറിഞ്ഞു, നമുക്ക് ഇതുകൊണ്ട് നിർത്തിയേക്കാമെന്ന് വിചാരിക്കരുത്. കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തു പോകും. പിറ്റേ ദിവസം അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ അതനുസരിച്ച് ഫുഡ് കുറച്ച് കഴിക്കുക. എന്ന് വെച്ചാൽ തീരെ ഇല്ലാതെ കഴിക്കരുത്, ഒട്ടും കഴിക്കാതിരിക്കരുത്. ഫുഡ് കഴിക്കുക. ഫുഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനം കൂടെയാണ്, അതുകൂടെ ഓർക്കണം. അങ്ങനെ നമ്മൾ ഒരു ദിവസം കഴിച്ചെന്ന് വെച്ചാൽ നമുക്കൊന്നും ഇതിപ്പോൾ നമുക്ക് ഒറ്റ ദിവസത്തെ ഫുഡ് കൊണ്ട് നമുക്ക് വന്ന വെയിറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ വെയിറ്റ് കുറയാൻ പോകുന്നില്ല. സമയം എവിടുത്തെ കുറവുള്ളൂ. ഇപ്പോൾ ഈ 60 ഡേയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ടൈം കൊടുക്കുന്ന, ഇനി ഇതാണ് എൻ്റെ റുട്ടീൻ എന്ന് നമ്മുടെ ശരീരത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയം, ആ സമയം കൊണ്ട് നമ്മുടെ ബോഡി അതിന് അഡ്ജസ്റ്റ് ആവും. പിന്നെ നമ്മളതങ്ങ് ഫോളോ ചെയ്ത് പോവുക. പിന്നെ ഇപ്പം നമ്മൾ വർക്കൗട്ട് കാര്യങ്ങളൊന്നും ഇതിൻ്റെ കൂടെ ചെയ്യുന്നില്ല. പിന്നെ മൂവ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടാകുന്നത് ബെറ്റർ കേട്ടോ. അതായത് റൂമിൽ കൂടെ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ ഹാളുണ്ട്, അപ്പോൾ അതിൽ കൂടെ ആണെങ്കിലും കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നടക്കാൻ പറ്റുള്ളൂ. ചുമ്മാ അങ്ങോട്ട് ഒത്തിരി ആയാസത്തിൽ നടക്കണമെന്നോ ഒന്നുമില്ല. തുടക്കത്തിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്ത് നമ്മൾ തുടക്കം തന്നെ മടുത്തു പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. തുടക്കത്തിൽ നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു പോവുക. ഇപ്പം ഇന്ന് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ ഫസ്റ്റ് ഡേ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഇത് കൂടുതലാണ്. ഇന്ന് നമ്മൾ തകർക്കും എന്നുള്ളൊരു ലെവലിലായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബാഡ് ഹാബിറ്റ്സ്, അതായത് ഫുഡ് കഴിക്കുന്ന ഓവറായിട്ട് കഴിക്കുക, ഷുഗർ ഭയങ്കരമായിട്ട് കഴിക്കുക, സ്നാക്സ് എടുക്കുക, ബേക്കറി ഐറ്റംസ് ഓവറായിട്ട് കഴിക്കുക, എന്ത് കിട്ടിയാലും, അതായത് നമ്മളിപ്പോൾ ചോറിനിട്ട് ജസ്റ്റ് അടുക്കളയിൽ നടന്നു പോയപ്പോൾ അവിടെ ഒരു ബിസ്ക്കറ്റ് ഇരിക്കുന്നു, അപ്പോൾ അതെടുത്ത് കഴിച്ചു. പിന്നെ ഇവിടെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും എടുത്ത് കൊടുത്ത് അതിൻ്റെ ആ കൂടെ എന്തെങ്കിലും നമ്മൾ കഴിച്ചു. ആ ഒരു പരിപാടി നമ്മൾ നിർത്തുക. ഇപ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട് നമ്മുടെ മിററിൻ്റെ ഫ്രണ്ടിൽ ഒരു നോട്ട് ഒട്ടിച്ച് വെക്കുക. നമ്മൾ ഡയറ്റിലാണെന്നുള്ളൊരു നോട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെക്കാം. അങ്ങനെ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു നോട്ട് എടുത്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതല്ല. കാരണം പ്രത്യേകിച്ച് ഈ സ്നാക്സും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ സ്നാക്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കി കളയാനുള്ളൊരു മടി, അത് എനിക്ക് തോന്നുന്ന വീട്ടമ്മമാരായിട്ടുള്ള എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം. ആ പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. അവർക്ക് കളയുന്നതിൽ പ്രശ്നമില്ല, നമുക്കാണ് പ്രശ്നം. അവരെടുക്കുക, അവർക്ക് വേണ്ട ഫുഡ് അവർ കഴിക്കട്ടെ, നമുക്ക് വേണ്ട ഫുഡ് നമ്മൾ എടുക്കുക. അപ്പോൾ ഓവറായിട്ട്, അതായത് ഹസ്ബൻഡ് മിച്ചം വെക്കുന്നത്, കുഞ്ഞുങ്ങൾ മിച്ചം വെക്കുന്നത്, അതൊന്നും നിങ്ങൾ കഴിക്കാൻ നിൽക്കുന്നത്. കഴിക്കുന്നത് കുഴപ്പമൊന്നുമല്ല കേട്ടോ. നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യുക. ബിക്കോസ് അവർക്ക് വേണ്ടത് അവരെടുക്കുന്നത്, അവർക്ക് വേണ്ട ഫുഡ് അവരെടുത്തിട്ട് ബാക്കി അവർ വെച്ചേക്കുന്നത്, അതെല്ലാം നമ്മൾ കഴിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ട ഫുഡ് നമ്മളെടുക്കുക. അങ്ങനെ കുറേ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് നമ്മുടെ വെയിറ്റ് എല്ലാം നമുക്ക് കുറച്ചേക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ബിഗിനിങ് സ്റ്റേജാണ്. ഞാൻ സംഭവം തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കും ഇങ്ങനെ പലയിടത്തു നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ഞാൻ ഫോളോ ചെയ്യാൻ എനിക്ക് ശരിയെന്ന് തോന്നി. അതായത് അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ പെട്ടെന്ന് മടുത്ത് പോകത്തില്ല എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനും ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തൊക്കെ കഴിച്ചെന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഒന്നിച്ചുണ്ടെന്ന് അറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക.